ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നുകൂടി കണ്ടാലോ. ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എന്തെങ്കിലും വീഡിയോ എടുക്കണോ, അപ്പോൾ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് പാച്ചുവിനെ സ്കൂളിൽ വിടലാണ് ഫസ്റ്റത്തെ പരിപാടി. അപ്പോൾ ഓനൊരിക്കൽ സ്കൂളിൽ വിട്ടിട്ട് ലാബിൽ പോകണം. പിന്നെ ഞാൻ ഒരു ഫേഷ്യൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫേഷ്യലല്ല, മുഖത്തൊരു പാക്ക് ഇട്ടോക്കാന്ന് വിചാരിച്ചു. നമ്മളെ ജാസി പറഞ്ഞ നമ്മൾ ഉലുവയും പാലും ഉണ്ടല്ലോ, അതിട്ടിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ള എൻ്റെ ഒരു റിവ്യൂ ഞാൻ പറയാം. അപ്പം ഇപ്പം ഞാൻ പാച്ചുവിനുള്ള ഫുഡ് റെഡിയാക്കണം. സ്നാക്സ് 2 സമയത്തിന് കൊണ്ടാടും. ഉച്ചവരെ ഉള്ളെങ്കിലും ഇപ്രാവശ്യം ചോറ് എക്സാമിന് ഇല്ലാത്തതുകൊണ്ട് ഇന്നും കൂടി എക്സാം ഉള്ളൂ. നാളെ പിന്നെ കളറിങ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്കൊരു Q&A ആയിട്ടോ അല്ലെങ്കിൽ ലൈവായിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ Q&A ആണെങ്കിൽ നിങ്ങൾ എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് അറിയേണ്ടത് എന്നൊക്കെ ഉള്ളത് ഈ കമൻറ്റ് ബോക്സിൽ ഇട്ടാലും മതി ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പാച്ചുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എങ്ങനെ ഉണ്ടാക്കലാന്ന് കാണിച്ചു തരാം. പാച്ചു തന്നെയാണ് ഇന്നത്തെ എൻ്റെ ക്യാമറമാൻ കേട്ടോ. എനിക്ക് ഓന് ഉണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു ഫുഡാണിത്. ഇതാകുമ്പോൾ ഓന് നല്ല വയറ് ഫില്ലാവും ചെയ്യും, ഉണ്ടാക്കാനും സുഖമാണ്. അപ്പോൾ ഒരു 3 ബ്രെഡ് ഞാൻ കൊടുക്കും. നല്ല വിശപ്പ് ഉണ്ടാവുമല്ലോ അവിടുന്ന് ആവുമ്പോൾ, ചോറില്ലാത്തതുകൊണ്ട് ഒരു 3 ബ്രെഡ് വെച്ച് കൊടുക്കും. നെയ്യ് നമ്മള് കുഞ്ഞുങ്ങളെ ഫുഡില് ലേശം ആഡ് ആക്കണത് നല്ലതാണ് ഈ സമയത്തൊക്കെ. ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റും. 3 ബ്രെഡാണ് ഓന്റെ കണക്ക് കേട്ടോ. നമ്മളെ കുട്ടികൾ അത്ര കഴിക്കൂലെങ്കിൽ അത്ര കൊടുക്കണ്ട. പിന്നെ ഇനി ഇതിലേക്ക് തന്നെ ഞാനൊരു മുട്ട പൊട്ടിച്ചു വയ്ക്കും. ഫോൺ അടക്കല് കയ്യൊക്കെ നല്ലോണം കാണും. മുട്ടയിലൊന്നും അധികം ഡെക്കറേഷൻസ് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കലുള്ളൂ. പക്ഷെ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. സോസ് അധികം കൊടുക്കണം നല്ലതൊന്നുമല്ല, പക്ഷെ അവന് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ കുറച്ച് സോസ് ആക്കി കൊടുക്കലുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മള് മുട്ട മറിച്ചിട്ട് കൊടുക്കട്ടെ. മുട്ട റെഡി ആയിട്ടോ. ഇതിന്ന് പീസ് എടുക്കുക. എന്നത്തെ പോണ്ട ഫുഡിലും ഞാനൊരു എഗ്ഗ് ആഡ് ആക്കലുണ്ട് കേട്ടോ. നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ജസ്റ്റ് മേലുള്ളതിലും കൂടി കുറച്ചും കൂടി സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. ഒരു കുഞ്ഞ് മിനി സാൻഡ്വിച്ച്. എനിക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ എൻ്റെ സാൻഡ്വിച്ച്. പിന്നെ അതിൻ്റെ ഒരു ബ്രെഡ് ഞാൻ ജസ്റ്റ് സെൻറ്റർ കട്ട് ചെയ്യും. ഇങ്ങനെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഇതേപോലെ കുറച്ച് സോസ് രണ്ടിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മളെ ബാലൻസ് ഉള്ള മുട്ട ഉണ്ടല്ലോ, ഈ മുട്ടയും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കും. ഒരു നല്ല ഫില്ലിങ്ങും ആവും, അത്യാവശ്യം നല്ല ഇങ്ങനെ അടിച്ചു കൊടുക്കും. ഇതാണ് പാച്ചുവിന്റെ. ഇനി ഇത് അവന്റെ ബോക്സിൽ വെച്ച് കൊടുക്കും. നല്ല ഫില്ലിങ് ഉണ്ടാവും കേട്ടോ. നല്ല നന്നായിട്ട് കഴിക്കാൻ പറ്റും ഞാൻ വെച്ച് കൊടുത്താല്. വൈകുന്നേരം ഞാൻ പഴം എന്തെങ്കിലുമൊക്കെയാണ് ആക്കല്. പക്ഷെ ഇന്ന് നമുക്ക് പഴം ഒന്നുമില്ല. അവന്റെ എക്സാം കഴിഞ്ഞും കൂടി ആയപ്പോൾ ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പൊ ഇന്ന് കുറച്ച് നുറുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ബേക്കറി അങ്ങനെ കൊടുക്കാറേ ഇല്ല, വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് കൊടുക്കാണ്.
പാച്ചുവിന്റെ റെഡി ആവൽ ടൈമാണ് ഇത് കേട്ടോ. ഈ കൊഞ്ചിക്കലും ഞങ്ങളെ രണ്ടാളെ സ്നേഹം കണ്ടെത്തൊന്നുമില്ല. ഞങ്ങൾ എപ്പോഴും സ്നേഹത്തിലാണെന്ന് അല്ല, ഏറ്റവും കൂടുതൽ ഞങ്ങൾ അടിയാണ് ഉണ്ടാവാറ്. 5 മിനിറ്റ് ഞങ്ങൾ സ്നേഹത്തിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് പിന്നെ അടിയാണ്. ഞാൻ കുറച്ച് ഷോർട്ട് ടെമ്പേർഡാണ്, പക്ഷെ എന്നാലും ഞാൻ ക്ഷമിക്കും. ഓൻ എന്തെങ്കിലും ഇന്നെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും, മനഃപൂർവ്വം വേണ്ടി ചെയ്യണതാണ്, ഓനൊരു രസമാണത്. അപ്പം അത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നാട്ടിലിപ്പോൾ കാക്കു ഇല്ലാത്തതുകൊണ്ട്, കാക്കു പുറത്താണല്ലോ, അതുകൊണ്ട് എനിക്ക് എനിക്ക് കച്ചറ ഒരാളാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു പൊട്ടാകുട്ട ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂണിഫോമൊക്കെ പറ്റി ചെറുതായിട്ടോ. LKG ഒരു നവംബറിലാണ് ഇവിടെ നാട്ടിൽ വന്ന് ചേരുന്നത്. അതുകൊണ്ട് പിന്നെ UKGക്ക് വന്നപ്പോൾ യൂണിഫോം എടുത്തില്ല. അപ്പോൾ നന്നായിട്ട് ചെറുതായി. ഇനിയിപ്പോൾ 1-ാം ക്ലാസ്സിക്ക് എല്ലാം വേണം വാങ്ങുക. ഈ 30-ാം തീയതി വരെ ഗ്രാജുവേഷനാണ്. അവർ പ്രൈമറി LKG UKG ഒക്കെ കഴിഞ്ഞ് ഇനി 1ക്ക് പോണ വലിയ കുട്ടികളാണ്. അതുകൊണ്ട് അതിൻ്റെ ഗ്രാജുവേഷനും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇന്നിപ്പം എക്സാം കമ്പ്യൂട്ടറാണ്. അത് കഴിഞ്ഞ് നാളെ കളറിങ് കൂടി കഴിഞ്ഞ് എക്സാമും കഴിയാണ്. അപ്പം അങ്ങനെയൊക്കെ അവരെ ലൈഫ് പെട്ടെന്ന് അവർ വളരുന്നുണ്ട്, നമ്മൾ വളരുന്നുണ്ട്. പിന്നെ ഇനി അടുത്ത വർഷം മോന് തീരെയും ടൈം കിട്ടൂല. മദ്രസ ചേരും, സ്കൂളും എല്ലാം കൂടി ആവുമ്പം തിരക്കാവും. എന്തായാലും ഇൻഷാ അല്ലാഹ് നന്നായിട്ട് എല്ലാം ആവട്ടെ. അപ്പോൾ ഓൻ്റെ ഈ ഒരുക്കണ ടൈം ഒരു 8:30 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ഓൻ്റെ ഫുഡ് ഉണ്ടാക്കലും ഒരുങ്ങലും. അപ്പോൾ എപ്പോഴും കുറച്ച് ധൃതിയിലാണ് ഒരുങ്ങാറുള്ളത്. പിന്നെ എന്തൊക്കെയാ, ദിസ് ഈസ് മൈ പാച്ചു. യൂണിഫോം ഒക്കെ ചെറുതായടാ. ഇനിയിപ്പോൾ അടുത്ത വർഷത്തിന് യൂണിഫോം ഒക്കെ എടുക്കണം. മണി വേണോ യൂണിഫോം വാങ്ങാൻ? ഇനി എത്രയൊക്കെ പാച്ചുവിന്റെ ഗ്രാജുവേഷൻ സെറിമണിയാണ് 30-ാം തീയതി. ഓൻ pre-KG ഒക്കെ കഴിഞ്ഞ് ഇനി 1-ാം ക്ലാസ്സിലേക്ക് കിടക്കാണ്. ചൂലൊക്കെ കൂടെ കൊടുന്നിച്ച് കിട്ടും അടിച്ചു വരാൻ. ഇവനൊന്ന് പോയിട്ട് വേണം തുടങ്ങാൻ. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ പോവാൻ. എന്നിട്ട് വന്ന അമ്മച്ചിൻ്റെ അടുത്തേക്ക് വന്ന പെരുന്നാൾ കുറച്ച് മോഡലായി കട്ട് ചെയ്താണ് മുടി. സ്കൂൾക്ക് ശരിക്കും ഇതൊന്നും അലൗഡ് അല്ല. പിന്നെ സ്കൂൾ ഇപ്പോൾ കഴിയാനായതുകൊണ്ട് പോലൊന്നും പറഞ്ഞിട്ടില്ല. നോർമൽ ഞാൻ ഭയങ്കര ചെറുതാക്കി കട്ട് ചെയ്യണതാണ്. അത് പെരുന്നാൾ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിയതാ. ഈസ് മൈ ചോട്ടു. പാച്ചുവിനെ ബസ് വന്നോ പോയിട്ടോ, അതാണ് പെട്ടെന്ന് വീഡിയോ കട്ടാക്കിയത്. പിന്നെ ബാക്കി പണികളൊക്കെ കഴിച്ചിട്ട് ഞാനിനി ലാബിൽ പോട്ടെ. എങ്ങോട്ടേലൊക്കെ എന്തായാലും പോവാണ്ടാവും. കോഴിക്കുട്ടി 2 എണ്ണം ഓരോന്ന് പിടിച്ചോണ്ട് ഇപ്പം അതൊന്ന് ബാക്കിയുള്ളൂ. പണി നോക്കാം. ചെറുപ്പത്തിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? അങ്ങനെ എനിക്കുള്ള ആഗ്രഹങ്ങളിൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ജീവിതമാണ് ഇപ്പം ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ. അപ്പം എല്ലാവരും വിചാരിക്കും ഇതെന്താ അടിച്ചു വാരിയിട്ടാണോ ബക്കറ്റ് ലിസ്റ്റൊക്കെ നടന്നു എന്നുള്ള രീതിയിൽ പറയണം അറിയാത്ത ആളുകൾ കേട്ടോ. അങ്ങനെയല്ല, സ്വന്തമായിട്ട് എൻ്റെ ഈ ഒരു ഏജിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്ന, ഡ്രൈവ് ചെയ്യുന്ന, എൻ്റെ ഇഷ്ടത്തിന് എങ്ങോട്ടും യാത്ര ചെയ്യുന്ന എന്ന രീതിയിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയാണെങ്കിലും എൻ്റെ ഫാമിലിയിലാണെങ്കിലും സ്വന്തം ബിസിനസ് ചെയ്തുകൊണ്ട് ഡ്രൈവ് എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം, കാറൊക്കെ 2 ഫാമിലിയിലും ആദ്യമായിട്ട് ഓടിക്കുന്നതും പഠിക്കുന്നതും എല്ലായിടത്തും പോകുന്നതൊക്കെ ഞാനാണ്. അതിന് എനിക്കും ഭയങ്കര പ്രൗഡാണ്, അവർക്ക് അതിലേറെയും പ്രൗഡാണ്. ഇവിടുത്തെ ഉപ്പയൊക്കെ ഉള്ള സമയത്ത് എനിക്കറിയാം, പറയുമ്പോൾ എൻ്റെ മോൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറയണ കേൾക്കുമ്പോൾ തന്നെ അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇതൊന്നും എൻ്റെ സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ട് നേടിയതൊന്നുമല്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഫാമിലീൻ്റെയും നല്ല സപ്പോർട്ടും അവരുടെ താങ്ങും തന്നെയാണ് ഇങ്ങനെ ഒരു ലൈഫ് ഇപ്പം അൽഹംദുലില്ലാ ജീവിക്കുന്നത്. കാക്കു ഒരുമിച്ചില്ല, കാക്കു ഇപ്പോൾ പുറത്താണെന്നുള്ള ആ ഒരു കുറവ് പോലും ഞാൻ അറിയാത്തത് ഇവിടെ ഈ വീട്ടിൽ നിൽക്കണോണ്ടാണ്. ഏത് രീതിയിലാണ് ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ജോലി ചെയ്തു, ഇനിയിപ്പോൾ ഞാൻ ജോലി ചെയ്തിട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് എനിക്കൊന്നും കുഴപ്പമില്ല, ആർക്കും ഇവിടെ കുഴപ്പമില്ല. ഉമ്മയാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ഒന്നുമില്ലാത്തൊരു സമയത്ത് എൻ്റെ വീട്ടിലൊക്കെ ഞാൻ നല്ല കഷ്ടപ്പെട്ട് വളർന്ന ഒരാളാണ്. ഇല്ലാത്ത സമയത്ത് എനിക്കുണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ ഇപ്പം അൽഹംദുലില്ലാ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയും അതുപോലെ സന്തോഷത്തോടെ പോട്ടെ എന്നെല്ലാവരും പ്രാർത്ഥിക്കണം. പുള്ളത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കുറച്ചു നേരം പറമ്പിൽ നടക്കാം. ഞാൻ പറമ്പിൽ കൂടെ ഒന്നും പോയില്ല, ഷെമ്മാൻ്റെ കുറച്ച് കൃഷി ഉണ്ട് ഇവിടെ, അത് ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ ഫുള്ള് തുണിയാണ്. അത്യാവശ്യം കൃഷിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. പക്ഷെ ഇപ്പം നല്ല വെയിലും ഇതായതുകൊണ്ട് ഈ സൈഡിൽ പൈപ്പ് ഇല്ലാത്തതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം.
കണ്ട നമ്മളെ മുളകൊക്കെ പറിക്കാനായിട്ടുണ്ട്. കൈ ഇങ്ങനെ തൊലി പൊളിയുണ്ട്. നിങ്ങളൊക്കെ കൈയിന് അങ്ങനെ വന്നിട്ടുണ്ട് ഈ കാലാവസ്ഥയിൽ? മുളകൊക്കെ പറിക്കാനായിട്ടുണ്ട്. ഈ വയലറ്റ് മുളകുണ്ട്, പിന്നെതാ നമ്മളെ വെള്ളമുളക്. പിന്നെ തക്കാളി കഴിഞ്ഞ വീഡിയോയിൽ അവിടെ ഉള്ള തക്കാളി പറിക്കണ ഞാൻ കാണിച്ചിരുന്നു. ഇതിപ്പോ ഇവിടെ ഉള്ള തക്കാളി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നാടൻ തക്കാളി. പിന്നെ കുറച്ച് മത്തനുണ്ട്, പയറുണ്ട്. മുളകൊക്കെ ഇന്നലെ കുറേ അമ്മ പറിച്ചിക്കണ്. ഇതുണ്ടോ എടുക്കണ്ട മുളക്. ഈ മുളകും ഉണ്ട്, നമ്മളെ നോർമൽ പച്ചമുളക്. ഇതൊക്കെ പറിക്കാനായോ? ചുവന്ന മാത്രം പറിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇന്നലെ കുറേ അമ്മ പറിച്ച് കഴിഞ്ഞതാണ്. ഇതിമ്മത്തെ കുറച്ച് വലിപ്പുണ്ട് അല്ലേ? ഇതിനൊക്കെ മറ്റേ മുളക്, ഇത് വലിയ പച്ചമുളകാണ്. നമുക്ക് ആവശ്യത്തിന് മാത്രം പറിച്ചല്ലോ. ഇന്ന് ആവശ്യത്തിന് ഇന്ന് പറിച്ചും വേണ്ട കായുണ്ട്. വയ്ക്കാനായതുണ്ട. ഇതൊക്കെ ഉണ്ട്, ഇവിടൊക്കെ അത് ചെറിയ നേരത്തിന് കറുവട്ട മുളക് കുറേ വിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ നിൽക്കിട്ടോ, തക്കാളി പറിക്കില്ല, ഒരു മിനിറ്റ്. നമ്മൾ തക്കാളി പറിക്കാം. ഈ മുളകുണ്ട്, ഇത് കുറച്ചൊരു ഉണ്ട മുളകാണ്. അത് ഫോണിൽ കാണുന്നേക്കാളും നല്ല വലിപ്പുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇനി നമ്മളെ മത്തൻ്റെ വള്ളിയിൽ കൂടെ പോയിക്കണ്. പിന്നെ പയറുണ്ട് ഇനി 2 പറിക്കാൻ. പയറൊക്കെ ഡെയിലി പറിക്കണോണ്ട് കുറവാണ്. പിന്നെ വേണ്ടോ, പിന്നെ ഇത്രയും വെയിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഉമ്മാൻ്റെ ഒരു വളമാണ് കേട്ടോ. വളം ഞാൻ കാണിച്ചു തരാം. പയർ പറിക്കാം. നമ്മളെ പയറിൻ്റെ നീളം കണ്ടോ, വലിയ പയറാണ്. ഡെയിലി ഉപ്പേരിക്ക് പറിക്കണോണ്ടാണ് ഇതിപ്പോൾ കുറവ് കേട്ടോ. വലിയ പയർ ഇപ്പം നമ്മൾ കുറച്ച് പറിച്ചിക്കണ്. ഇനി നമുക്ക് പയർ പറിക്കാം. കുറച്ചും കൂടി വേണ്ടിയില്ല, ഒന്നും കുറേ പറിച്ചപ്പെടുത്താതെ. ഞങ്ങളെ വളം കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഡെയിലി കുറേ പറിച്ചതുകൊണ്ട് ഇപ്പൊ നമുക്കിന്ന് കുറച്ച് പറിച്ചിട്ടുള്ളൂ. നിമ്മാന്റെ തട്ടിക്കൂട്ട് വളങ്ങളാണ് കാണാൻ പോണേ. ഇതിലൊക്കെ ഇപ്പൊ ഓരോന്ന് കുഴിച്ചിടാനും വേണ്ടി ഉമ്മ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. എല്ലാ വേസ്റ്റും കൂടി അതിന് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ച് ഒരാഴ്ച കഴിയുമ്പോൾ അത് വെള്ളമായിട്ട് അതിൻ്റെ നീരും പറ്റും. ഇതിപ്പോൾ അങ്ങനെ ഇട്ടതാണ്. നിങ്ങൾ മണ്ണിലിട്ടിക്കണോ? മണ്ണും കൂടി ചേർക്കണേ വേസ്റ്റില്. എന്നിട്ട് അളക്കണല്ലേ? ഇപ്പൊ കണ്ടോ നല്ല വളം അതിൻ്റെ ഈ അടിയിലൊക്കെ ഉണ്ട്. നല്ല വളമാണ്. അപ്പോൾ ഇതൊക്കെ അലിഞ്ഞു. ഇനി ഇതൊക്കെ ഇട്ട് കൊടുക്കാം. പച്ചക്കറിക്കും ചെടിക്കൊക്കെ പറ്റിയ വളം. സ്മെല്ലുണ്ട്, പക്ഷെ എന്നാലും ഇതിനി ഒന്ന് വരിഞ്ഞാൽ പൊടിയായി കിട്ടും. ഇപ്പം ഇങ്ങനെ വെള്ളമല്ല. ഇനി ഇത് കുറച്ചും കൂടി ഇപ്പം എല്ലാം അരിഞ്ഞു. പച്ചക്കറിൻ്റെ വേസ്റ്റും എല്ലാ കഞ്ഞിവെള്ളം കൂടി കയറുന്നുണ്ട്. പൊക്കെ ഇനിയിപ്പോൾ ഇച്ചിരിക്ക് മണ്ണ് ഇട്ടിട്ടു. അപ്പം ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇനി ഒന്നും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് പൊടിയായിട്ട് നമുക്ക് കിട്ടും. അപ്പം എല്ലാ വളർത്തും ഇത് നല്ല കഴിച്ച് വളരും. വേനലാണെന്നുള്ളൊരു പ്രശ്നം പച്ചക്കറിക്ക് ഉണ്ടാകുമ്പോൾ വായക്ക് കെട്ടി കിട്ടും. അവിടെ ഒരു വായ അവിടെ ഒരു വാഴ ഉണ്ട്. ആ സൈഡിലാണ് കൂടുതൽ വാഴ വെക്കല് കേട്ടോ. ഈ സൈഡിക്ക് അങ്ങനെ കാണില്ല. ഇതിപ്പോ ഇവിടെ വെച്ചതാണ്. ഇവിടെ ഉണ്ട് നമുക്ക് മുളക് കേട്ടോ. മുളക് നമ്മളെ ഭയങ്കര ഇമ്പോർട്ടൻസ് സാധനമാണ്. എല്ലായിടത്തും ഓരോ മുളക് ഉണ്ടാവും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പപ്പായ ഉണ്ട്, വാഴ ഉണ്ട്. പിന്നെ ഇവിടെ ഈ തിരുമ്പണ വെള്ളം പോണോടത്ത് നമ്മള് ഒരു പപ്പായ വെച്ചിരുന്നു. ഇത് എന്താണ്, പൂളയാണ്. കപ്പ ഉണ്ട് കേട്ടോ, കപ്പ.
കവുങ്ങുണ്ട്. ഇപ്രാവശ്യം നമുക്ക് നല്ല കൊക്ക ഉണ്ടായിക്കണ്. അല്ലെങ്കിൽ ഇതും ആദ്യമൊന്നും ഉണ്ടാവുന്നല്ലേ ഇനിട്ടോ. ഇതൊക്കെ ഇപ്പൊ പച്ചക്കറി വിത്ത് കുറച്ച് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ച മണ്ണും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് മണ്ണ് സെറ്റായിട്ട് ക്ലാസ്സില് വിത്ത് മുളപ്പിച്ചിട്ടുള്ളൂ. പിന്നെ ഇതായിട്ട് നമ്മളെ കൊക്കോക്കായ് നല്ലോണം ഉണ്ടായിക്കണ ഇപ്രാവശ്യം. നല്ല ടേസ്റ്റാണ്, പക്ഷെ അങ്ങനെ കിട്ടലില്ല. അപൂർവം കുറച്ചൊക്കെ ഉണ്ടാവലുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം നല്ലോണം കാണുന്നുണ്ട്. നമ്മൾ പറിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമുക്കൊരു ചക്കപ്പഴം ഉണ്ട് അവിടെ ഫ്രണ്ടില്. ഇവിടെയൊക്കെ വാഴയായിട്ടും ഓരോന്ന്. ആദ്യമതാ ഒരു കൊല ഒരു കൊല. ഇത് പൂവനാണ്. ഏതാ മൈസൂര്? അതാ അവിടെ. ഇത് മൈസൂർ. ഞാൻ തന്നെ എപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും പുറത്തിറങ്ങലില്ല, സമയം ഉണ്ടാവില്ല. ലാബിൽ പോയാൽ പിന്നെ രാത്രിയല്ലേ വരുന്നേ. ഇത് മൈസൂരാണ്. ഇതാ നമ്മളെ ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കണ്. മാങ്ങ ഉണ്ടേന്ന് അപ്പുറത്തിട്ടോ, ഞാൻ കാണിക്കാൻ വിട്ടതാണ്. പിന്നെ ഇവിടെ നമ്മളെ ചക്കപ്പഴം ഇപ്പൊ ഞങ്ങൾ കുറേ തിന്ന് ചക്കപ്പഴം കഴിഞ്ഞതാണ്. ഇത് ചക്കപ്പഴത്തിന്റെ മരം ഒന്നൊക്കെ കണ്ടോ. അപ്പൊ ഇനി ഞാൻ അതാ നമ്മളെ ഇതും കൂടി പപ്പായും കൂടി കാണുന്നുണ്ടല്ലേ. അതാ നമ്മളെ പപ്പായ. അന്ന് നല്ലോണം ഉണ്ടാവും കേട്ടോ. പാക്ക് ഇടുന്നതിന് മുന്നേ എന്തെങ്കിലും കഴിക്കട്ടെ. എടുത്തോണ്ട് നമ്മളെ പുട്ടാണ്. പുട്ടും മീൻകറിയും. ബീഫ് വെക്കാനാ വിചാരിച്ചത്. അപ്പോഴാണ് മീൻകാരൻ വന്നപ്പോൾ വിചാരിച്ചിരുന്ന പിന്നെ ഒന്ന് മീനാക്കാം. ബീഫ് അവിടെ കഴിക്കട്ടെ എന്ന് എഴുതി. അപ്പൊ നോമ്പായിട്ട് പെരുന്നാളൊക്കെ ആയിട്ട് വെറും ബീഫും ചിക്കൻ തന്നെയാണ്. അപ്പൊ നല്ല മീൻകറി ഉണ്ട്. മത്തിയൊക്കെ കുറേ കാലമായി കഴിച്ചിട്ട്. എന്നിട്ട് ഇപ്പൊ കുറച്ച് മീൻകറി, പുട്ടും മീൻകറി. പിന്നെ എനിക്ക് കുറച്ച് വേഴ്സ്റ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. ഉപ്പേരി ഞാൻ എല്ലാത്തിനും കഴിക്കും. എനിക്ക് ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മളെ കറൂത്തയും മമ്പയറും ആണ് കേട്ടോ. അതിൻ്റെ കുറച്ച് ഉപ്പേരി എടുക്കും. പിന്നെ നമുക്ക് പുട്ട് കഴിച്ചിട്ട് ബാക്കി നോക്കാം. പിന്നെ നമ്മൾ അടുത്ത പരിപാടി നമ്മളെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ഉണ്ടാക്കി ഒന്ന് തേച്ച് എനിക്ക് അത്യാവശ്യം നല്ലൊരു ഇത് കിട്ടിയതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ എന്താണ് ചെയ്തത്, സിമ്പിളാണ്. നമ്മൾ രാത്രി കുറച്ച് ഉലുവ വെള്ളത്തിലിട്ട് വെക്കുക. പിന്നെ രാവിലെ അതൊന്ന് നല്ലോണം പൊതിർന്ന് വരും. അതൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് അടിക്കുക. അതിക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെള്ളം കൂട്ടാതെ അടിച്ചോട്ടോ. ഇനിയിപ്പോൾ ഒന്ന് ലൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പാൽ തന്നെ കുറച്ച് കൂട്ടിയിട്ട് അടിച്ചാലും മതി. അങ്ങനെ ഞാൻ അടിച്ചു വെച്ചതാണിത്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു ബാലൻസ് വന്നത്. എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. ഈ സൈഡിൽ എനിക്ക് നല്ല കുരുവിൻ്റെ പാടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തേച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ മുഖം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഉലുവപ്പൊടി വാങ്ങാൻ കിട്ടും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് പാലും ആഡ് ചെയ്താൽ മതി. എന്നാൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട. തേച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം സംസാരിക്കാൻ പറ്റൂല. കാരണം മുഖം ഇങ്ങനെ ഡ്രൈ ആയി നിൽക്കും. അപ്പം ഇങ്ങനെ ഒന്നും ആക്കാൻ കഴിയൂല. അങ്ങനെ ആക്കാതെ നിൽക്കുകയാണ് നല്ലത്. നമ്മൾ മുഖത്ത് എന്തെങ്കിലും തേച്ചാൽ എപ്പോഴും മുഖം നമ്മൾ ഇങ്ങനെ ഓവർ സംസാരിക്കരുത്. അത് കുറേ കഴിയുമ്പോൾ മുഖത്ത് ചുളിവ് വരും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഇനി. അപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഒന്നാമത് പാലാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്തായാലും ഉണ്ടാവും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് തേച്ചാൽ മതി കേട്ടോ. ഒന്ന് കയ്യിൽ ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക.
എനിക്ക് പ്രത്യേകിച്ച് ഒന്നിനോടും ഒരു അലർജി ഇല്ലാത്ത ആളാണ്. അതുകൊണ്ട് പിന്നെ എല്ലാം തേക്കാൻ പറ്റും. പക്ഷെ എനിക്ക് കുറച്ച് മടിയാണ്. എനിക്കിത് ഇങ്ങനെ ഇടുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. എനിക്ക് എണ്ണ തേക്കണത് അതൊക്കെ കുറച്ച് ചെയ്യും. പക്ഷെ എന്നാലും എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ അധികം സംസാരിക്കില്ല. സംസാരിച്ച് നമുക്കിതിങ്ങനെ വലിയണത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിനി കുറച്ച് നേരം ആവട്ടെ. എന്നിട്ട് ഒരു അരമണിക്കൂർ ഞാൻ വെച്ചിട്ട് ഞാൻ ഇനി കുളിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. നേരത്തെ മുഖത്ത് ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ കണ്ടത് ഇപ്പോൾ കണ്ടില്ലേ, മുഖത്തിനൊരു ഗ്ലോ അല്ലേ. അപ്പോൾ സംഭവം അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കറക്റ്റ് എങ്ങനെ ഉണ്ടാക്കിയത് എന്നൊക്കെ ഉള്ളത് ചെയ്യാം. അപ്പോൾ ഞാൻ ലാബിലെത്തി. ഞാൻ ചോറൊന്നും കഴിക്കാതെ ചോറ് കൊണ്ടുവന്നതാണ്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം.